ശ്രീ NN കൃഷ്ണദാസ്, AT ജലീൽ അദ്ദേഹത്തെ ED വിളിച്ചു വരുത്തുന്നു. വൈകുന്നേരം ആ വാർത്ത നമുക്ക് പുറത്തു വരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഇല്ലെന്ന് അദ്ദേഹം കള്ളം പറയുകയും ചെയ്തു. സ്വാഭാവികം. പിന്നെ അദ്ദേഹം മാധ്യമങ്ങളെ ഒഴിവാക്കുകയാണ്. ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ സംസാരിക്കും, ഫേസ്ബുക്കിൽ സംസാരിക്കും. അദ്ദേഹത്തിന് മുന്നിൽ അത്രയും മൈക്കുകളുണ്ട്, അദ്ദേഹം അതിന് തയ്യാറല്ല. അത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നം എന്താ? ഇതല്ലേ പ്രശ്നം? നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നമുക്ക് അറിഞ്ഞാൽ പോരെ? നിങ്ങൾ എന്തിനാ അദ്ദേഹത്തിന് പിന്നാലെ നടക്കുന്നത്? ഇത് ഞങ്ങളുടെ ജോലിയല്ലേ ശ്രീ കൃഷ്ണദാസ്? പറയൂല്ലേ? ചോദ്യം അങ്ങനെ ആയ നിങ്ങൾക്ക് വേറെ ഈ ഒരു ജോലി മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി അല്ല, നിങ്ങളുടെ ബ്യൂറോ ഡൽഹിയിലുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും 6 കൊല്ലത്തിന്റെ ഇടയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലാത്ത താരതമ്യമായി പോയി ശ്രീ കൃഷ്ണദാസ്. ഇവൻ ശരിയല്ല, വലിയ താരതമ്യാണ്. അതെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ചെറിയ കാര്യത്തിന്റെ പിന്നാലെ 2 ദിവസമായല്ലോ നിങ്ങൾ നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നിയിട്ടാവും നിങ്ങളോട് സംസാരിക്കേണ്ടതാണ്. നിങ്ങൾ ഇതിനെ വാശി പിടിക്കുന്നത്? വല്ല നിയമമുണ്ടോ നിങ്ങളോട് സംസാരിച്ചോളണമെന്ന്? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഇവിടെ ആരും എന്തുകൊണ്ട് ശ്രീ ജലീൽ രാജിവെക്കുന്നില്ലെന്നല്ല ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നത്. അദ്ദേഹത്തോട് പോയിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പോലും കള്ളം പറയുക. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രത്യക്ഷപ്പെടുന്നതേ ഇല്ല. അതിനുശേഷം അദ്ദേഹം ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ കിട്ടുമ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഫേസ്ബുക്കിൽ സംസാരിക്കും. അപ്പൊ ചോദ്യങ്ങളെ ഭയന്നിട്ടാണോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ പച്ച നുണകളല്ലേ നിങ്ങളുടെ ചാനലുകളിലൂടെ ഇതുവരെ പച്ച നുണകളല്ലേ നിങ്ങളുടെ ചാനലുകളിലൂടെ എല്ലാ ദിവസവും നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാധ്യമങ്ങൾ നുണ പറഞ്ഞതുകൊണ്ടാണോ മന്ത്രി മാധ്യമങ്ങളോട് മിണ്ടണ്ടാൻ തീരുമാനിക്കുന്നത്? അത് പറയൂ താങ്കൾ. അദ്ദേഹത്തോട് സംസാരിച്ചോളൂ. നിങ്ങൾ കാണുമ്പോ എപ്പോഴെങ്കിലും പറ്റുന്നില്ലല്ലോ, അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. സംസാരിച്ചോളൂ. അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയിട്ടില്ല. മിണ്ടുന്നില്ലെങ്കിൽ മിണ്ടുമ്പോ ശ്രമിച്ചാൽ മതിയെന്ന് വായുനൂലും പറഞ്ഞാണ്ടല്ലോ. മിനിഞ്ഞാന്ന് വൈകുന്നേരം 6:15 ഈ വാർത്ത വന്ന ആ ദിവസം മന്ത്രി ഒരു സൗണ്ട് ബൈറ്റ് തന്നിരുന്നെങ്കിൽ അത് കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ പോകേണ്ട പ്രശ്നമില്ല. അല്ല, നിങ്ങൾക്കാണ് മനസ്സിലാവാത്തത്. മന്ത്രിക്ക് അതിന് സൗകര്യപ്പെടില്ല. നിങ്ങൾ എന്ത് ചെയ്യും മന്ത്രിയെ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇതിനെന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പറയുക ശ്രീ കൃഷ്ണദാസ്? ഈ ഒരു ശൈലിക്ക് അങ്ങനത്തെ ഒരു ശൈലിയായിട്ട് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോ? അദ്ദേഹത്തിന് സൗകര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഏത് നുണ? നിങ്ങൾ നുണ പറച്ചിൽ നിർത്തിയാൽ നോക്കൂ, ഇതിൽ ഏതാണ് നുണ? ഏത് നുണ? നിങ്ങൾ 1000 നുണകൾ പറഞ്ഞ് അപമാനപ്പെടുമ്പോ ഒരു നുണ മന്ത്രിയും പറഞ്ഞു എന്നിരിക്കും. നിങ്ങൾക്ക് നുണ പറയാൻ എവിടെന്നാ നിയമം? എങ്ങനെ ഇരിക്കണം? ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഒരാൾക്ക് പാടുണ്ടോ അതൊക്കെ? നിങ്ങൾ അനാവശ്യമായിട്ട് എന്തിനാ ഈ പ്രശ്നം ഉണ്ടാവുന്നത്? ഇതിൽ എന്താണ് ശ്രീ കൃഷ്ണദാസ് അനാവശ്യമായുള്ളത്? അദ്ദേഹം ഫേസ്ബുക്കിൽ അദ്ദേഹം വ്യക്തമാക്കി. എന്ത് പറഞ്ഞു? പറയേണ്ടത് പറഞ്ഞോ? പറയേണ്ടതാണല്ലോ ഫേസ്ബുക്ക് പറഞ്ഞത്. ഇതോ നിങ്ങൾ കല്ലുവെച്ച നുണകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ? ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എവിടെ? ഖുർആൻ പ്രശ്നം എവിടെ? ചോദ്യം ചെയ്യൽ എവിടെ? സ്വകാര്യ വാഹനത്തിലെ യാത്ര എവിടെ? ഇതൊക്കെയല്ലേ നമുക്ക് ചോദിക്കേണ്ടത്? അത് നിങ്ങൾ ഈഡിയോട് ചോദിക്കൂ. എന്തേ ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവസരം ശ്രീ ജലീൽ തരുന്നില്ല? അത് നിങ്ങൾ ജലീലിനെ കാണുമ്പോൾ ചോദിക്കുക. പറ്റുന്നില്ലെന്നേ, അദ്ദേഹം കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുക എപ്പോഴെങ്കിലും കേൾക്കുന്നത് വരെ. നിനക്കതൊക്കെ എങ്ങനെ സാധിക്കും? താങ്കൾ തന്നെ പറഞ്ഞു മാധ്യമങ്ങൾ പറയുമെങ്കിൽ ഒരു മന്ത്രിക്ക് നുണ പറയാമെന്ന്. അപ്പം ഫലത്തിൽ മന്ത്രി നുണ പറഞ്ഞു താങ്കൾ സമ്മതിച്ചിട്ടുണ്ട്. ശരി. ശ്രീ VV രാജേഷ്, എനിക്ക് തോന്നുന്നു പങ്കെടുത്തിട്ടുള്ള ചാനൽ ചർച്ചകൾ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാനൽ ചർച്ച ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അങ്ങ് കുറച്ച് കൂടുതൽ സമയം ശ്രീ NN കൃഷ്ണദാസ് അവർക്ക് കൊടുത്താലും എനിക്ക് വിഷമമില്ല എന്നാണ് പറയുന്നത്. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്താലുള്ള ചെയ്തോ, സൗകര്യമില്ല പറയാനായിട്ട്. നിങ്ങൾ കൊണ്ട് ഹൈക്കോടതി പോ, നിങ്ങൾ സുപ്രീം കോടതി പോ. എനിക്ക് NN കൃഷ്ണദാസ് MP പറഞ്ഞാണ് ഒരു മന്ത്രി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യാനുള്ള വകുപ്പ് ഏതാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചാണോ വേറെ ഏതാണെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തരണം. നല്ല രസമുണ്ട് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി. ഒരു പാർട്ടിയുടെ അവസ്ഥ, തൊഴിലാളിത്ത സർവാധിപത്യം, മലപ്പുറം കത്തി അമ്പം വില്ലും എന്നൊക്കെ പറഞ്ഞിട്ട് പവനായി ശവമായുന്നത് കാണാൻ വേണ്ടിയുള്ള ഒരു കൗതുകം കൊണ്ട് ഞാൻ പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം കൊടുക്കണമെന്ന് നിർത്തി അവമാനിക്കുവാണെന്ന്. ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ, ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അങ്ങൊക്കെ വന്നിരുന്ന് ജലീൽ ഇങ്ങനെ ഉള്ളൂ, ജലീലിന് ഇത്ര സൗകര്യമുള്ളൂ, നിങ്ങൾ ചെയ്തോളൊന്നും പാർട്ടി മെമ്പർ പോലും അല്ലാത്ത ഒരാളിന് വേണ്ടി വാദിക്കുന്നുവെങ്കിൽ എന്തോ എവിടെയോ പ്രശ്നമുണ്ട്. അത് കറക്റ്റാണ്. ഈട് ചോദിച്ചത് എന്താണ്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ആ പാക്കറ്റിൽ നിന്നും ഒരു 20 കിലോയുടെ ഡിഫറൻസ് വരുന്നു. ഈ 20 കിലോയിൽ സ്വർണ്ണക്കട്ടികളായിരുന്നു, അതോ വിദേശ കറൻസി ആയിരുന്നു, അതോ മയക്കുമരുന്നായിരുന്നു? ഇതാണ് ഈടിക്ക് അറിയേണ്ടത്. KT ജലീലും പിണറായി വിജയനും മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ്? സത്യമേ ജയിക്കൂ.
പക്ഷെ അദ്ദേഹത്തിന് നുണ പറയാം, വേണമെങ്കിൽ അദ്ദേഹത്തിന് നുണ പറയാം എന്നൊരു ക്ലോസ് താങ്കളും വെച്ചു. എന്ന് വെച്ചാൽ അദ്ദേഹം നുണ പറഞ്ഞിട്ടുണ്ടാവാം, അതിൽ ഇത്ര എന്താ പ്രശ്നം എന്ന്. ഇതെങ്ങനെ പൊരുത്തപ്പെടും എന്നതാണ് ഒരു പ്രശ്നം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നേരത്തെ ഒരു ചോദ്യോത്തര പങ്ക്തി പോലെ അയ്യപ്പദാസ് ചോദിച്ചു. ഞാൻ അതിനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനി ഞാൻ വിശദീകരിക്കാം. ഇവരുടെ രണ്ടുപേരുടെയും ഈ പ്രസംഗം കേട്ടതിന് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. പരദൂഷണത്തിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾക്ക് സമയമില്ല. ബെസ്റ്റ്. പക്ഷേ ഈ പ്രതിസ്ഥാനത്തേ വരില്ലെന്ന് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം കൊടുക്കാൻ ഒരു സ്ഥലത്ത് പോയാൽ അത് ഇവരാരോപിക്കുന്ന പോലെ തലയിൽ മുണ്ടിട്ട് അല്ലെങ്കിൽ സ്വകാര്യ വാഹനത്തിൽ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടുകയുമില്ല എന്ന നിലപാടോ? ഇതെങ്ങനെ പൊരുത്തപ്പെടും ശ്രീ കൃഷ്ണദാസ്? അയ്യപ്പദാസെ, ഇവര് രണ്ടുപേരും സംസാരിച്ചപ്പോൾ അയ്യപ്പദാസ് ഇടപെട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇവർ രണ്ടുപേരോട് പറയാനുള്ളതിന് നിങ്ങൾ ഇടപെട്ട് എന്നെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ ആ ഒരു മര്യാദ വെറുതെ ഉരുളാദാശൻ. പിന്നെ ഖുറാൻ കേരള സർക്കാരിന്റെ കാറിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് രാജേഷിന്റെ പ്രശ്നം. ഖുറാൻ ഒരു നിരോധിക്കപ്പെട്ട പുസ്തകമാണോ വിശുദ്ധ ഖുറാൻ? രണ്ടത്താണ് യോജിക്കുന്നുണ്ടോ അതിനോട്? പരിശുദ്ധ ഖുറാൻ നിരോധിക്കപ്പെട്ട പുസ്തകമാണോ? ലോകത്തോരു പ്രദേശത്തും പരിശുദ്ധ ഖുറാൻ നിരോധിച്ചിട്ടില്ല. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ഇതൊരു ചർച്ചാ വിഷയമല്ല. നിരോധിക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണോ എന്ന ചോദ്യം നിങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചോ? രാജേഷ് പറഞ്ഞല്ലോ, നിങ്ങള് പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമെന്നോ? കേട്ടല്ലേ? അയ്യപ്പദാസ് കേട്ടല്ലേ? അത് അനാവശ്യമായി അങ്ങനെ ഒരു മതചിഹ്നത്തിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം ഈ വിഷയത്തിലില്ല. ഞാനല്ല പറഞ്ഞത്. ഞാൻ രാജേഷ് പറയുമ്പോ അയ്യപ്പദാസ് ഇടപെട്ടോ? അപ്പൊ എവിടെയായിരുന്നു അയ്യപ്പദാസ്? ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നത് കേട്ടിരിക്കാനാ ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ മിണ്ടിയില്ല, നിങ്ങൾ നിശബ്ദരായിരുന്നു. രാജേഷ് ഇത് പറയുമ്പോ അദ്ദേഹം പരിശുദ്ധ ഖുറാൻ നിരോധിത പുസ്തകമാണെന്ന് പറഞ്ഞോ? ഞാൻ എന്തിനാണ് ഇടപെടുന്നത്? എനിക്ക് മനസ്സിലായില്ല. പരിശുദ്ധ ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. എന്താ തെറ്റ്? അത് ഖുറാൻ നിരോധിത പുസ്തകമാണ്. ഈ പറഞ്ഞ വിദേശ രാജ്യത്ത് നിന്ന് സഹായം സ്വീകരിക്കലുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനം ഉണ്ടോ എന്നാണല്ലോ അതിലെ പ്രശ്നം. അതല്ലേ പ്രശ്നം. അതിൽ ഈ ഖുറാന്റെ പരിശുദ്ധിയും തമ്മിൽ എന്താണ് ബന്ധം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നോക്കൂ, നിങ്ങൾ ഇടപെട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ചർച്ച പോകുന്നില്ല. അത് തന്നെയാണ്. അല്ലല്ല, താങ്കൾ അല്ലല്ല ഒന്നുമില്ല ശ്രീകൃഷ്ണദാസ്. അല്ലല്ല, അങ്ങനെ പറയാനേ പറ്റില്ല. കാരണം എന്താ അറിയോ, ഈ ഖുറാൻ നിരോധിത പുസ്തകമാണോ അങ്ങനെ ഒരു തർക്കം ഇവിടെ ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് സർക്കാർ വാഹനത്തിൽ ഖുറാൻ കൊണ്ടുപോയത് വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്. സർക്കാർ വാഹനത്തിൽ ഖുറാൻ കൊണ്ടുപോയത് വലിയ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് നിങ്ങൾ എവിടെയായിരുന്നു? എവിടെ നിന്ന് വന്നോ ആയിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത് തീർക്കണ്ടേ? എന്നെ ശല്യപ്പെടുത്തുന്നത് നിരന്തരമായി ഈ ഖുറാന്റെ പരിശുദ്ധ പുസ്തകം നിരോധിതമാണോ കഴിഞ്ഞ ദിവസങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാ. പക്ഷെ അങ്ങനെ ഒരു വിഷയം ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല. ഞാൻ അതുകൊണ്ട് അത് ഇടപെട്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലല്ലോ പ്രശ്നം. അതായത് അയ്യപ്പദാസിന്റെ പൂർവാശ്രമ സംഘപരിവാർ ബന്ധം വെച്ച് നോക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവും. പക്ഷേ നിങ്ങൾ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. പക്ഷേ സ്വയം കണ്ണാടിയാണ് ഇത്ര ആക്ഷേപം. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാം. എന്തടിസ്ഥാനത്തിലാണ് ഒരു ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോയത് തെറ്റാണ് എന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് BJP പ്രതിനിധി പറയുമ്പോൾ നിങ്ങൾ ഇടപെടാതിരുന്നത്? അതിനെന്താ തെറ്റ് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നില്ലേ? നോക്കൂ, ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. രാജേഷ് ഒറ്റ മിനിറ്റിൽ അതിനോടൊന്ന് പ്രതികരിച്ചത് ഞാൻ ശ്രീ രണ്ടത്താണിലേക്ക് പോകും. പിന്നെ തുടങ്ങിയേക്കാം. അതായത് BJPയുടെ നേതാവായിട്ടുള്ള രാജേഷ് ഖുറാന്റെ പേരിൽ ഖുറാൻ സർക്കാർ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഈ ഖുറാൻ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നത് ഞങ്ങളാണ് പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് ഈ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരെ BJP പറയുന്ന കാര്യങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഞങ്ങളാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ. ഇതാണ് ഈ ഒരു ടാക്ടിക്സ് അല്ലേ അവിടെ അദ്ദേഹം അപ്ലൈ ചെയ്യുന്നത്. നാടിന്റെ സമ്പദ്ഘടനയുടെ നാഡീവ്യൂഹത്തെ തകർക്കുവാൻ വേണ്ടി ഒരു മന്ത്രി ഇടപെട്ട് പ്രവർത്തിച്ചാൽ അതിന് രാജ്യദ്രോഹമെന്നല്ലാതെ മാന്യമായ വേറെ ഏത് ഭാഷയെ വച്ചു വിളിക്കും? പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വെപ്രാളം സ്വാഭാവികമാണ്. നിങ്ങൾക്ക് വെപ്രാളം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ സാധിക്കുമോ? എണീറ്റ് വരണ്ടേയിരുന്നു. അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഇതിപ്പോ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം സംസാരിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് മിണ്ടാത്തത് എന്നത് ഇവിടെ ഞങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകരുടെ മാത്രം പ്രശ്നമാണോ, ഇനി പ്രതിപക്ഷത്തിന്റെയും പ്രശ്നമാണോ? പ്രതിപക്ഷത്തിനും അപ്പുറത്തൊരു ജനസമൂഹമുണ്ടല്ലോ, അവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അയ്യപ്പദാസ്,
സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ വളരെ ഉന്നതനായ ഒരു നേതാവിൻ്റെ വാക്കുകളാണ് നാം കേൾക്കുന്നത്. വളരെ മോശം. CPM എന്തോ ഒരു വിഭ്രാന്തി രോഗം വന്നിരിക്കുകയാണ്. അവരുടെ ഓരോ നേതാക്കന്മാരുടെയും പ്രയോഗങ്ങൾ ആ രീതിയിലേക്ക് പോവുകയാണ്. സ്വാഭാവികം. അന്ന് നിയമാനുസൃതമല്ലാതെ കടത്തിക്കൊണ്ടു എന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ കൊണ്ടുപോകാൻ സർക്കാരിന്റെ വാഹനവും അതോടൊപ്പം തന്നെ മന്ത്രിക്ക് സഞ്ചരിക്കാൻ സ്വകാര്യ വാഹനവും, വല്ലാത്തൊരു അത്ഭുതകരമാണ് ഇതൊക്കെ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. ന്യായീകരിക്കുക മാത്രമല്ല, അതിന് കൊടുക്കുന്ന ന്യായീകരണം എന്താണ്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടാണ് എന്ന നിലപാടാണ്. നന്നായിട്ടുണ്ട്. KT ജലീലിനെ തെരഞ്ഞെടുത്തത് ഫേസ്ബുക്കിലൂടെയല്ല. KT ജലീലിനെ തെരഞ്ഞെടുത്തത് ഇവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. ഫേസ്ബുക്കിലൂടെ അല്ലല്ലോ തെരഞ്ഞെടുത്തത്. അദ്ദേഹം ഫേസ്ബുക്കിലൂടെയല്ല സംസാരിക്കേണ്ടത്, ജനങ്ങളോടാണ് സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞാൽ എന്തിനാണ് വിഭ്രാന്തി കാണിക്കുന്നത്? ഞങ്ങളിവിടെ ഖുർആന് മോശം പരിശുദ്ധ ഇവിടെ നിരോധിക്കപ്പെട്ടതാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. GPS ഓഫാക്കിയാ പോകുന്നത്. മന്ത്രി സഞ്ചരിക്കുന്നത് സ്വകാര്യ വാഹനത്തിൽ, എന്നിട്ട് സർക്കാർ വാഹനത്തിന്റെ GPS ഓഫാക്കിയിട്ട് കൊണ്ടുപോകേണ്ട, ഒളിച്ചു കടത്തേണ്ട വസ്തുവാണോ ഖുർആൻ? അതിനെന്താണ് നിങ്ങൾ മറുപടി പറയേണ്ടത്? ഈശ്വര, ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. പാർട്ടി അംഗം പോലും അല്ലാത്ത KT ജലീലിനെ രക്ഷിക്കാൻ മാത്രം എന്താണ് ഉണ്ടായത്? എവിടേക്കാണ് നിങ്ങളുടെ പാർട്ടി എത്തിയത്? ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.